ഇനി ബുദ്ധിമുട്ടാണ്. സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് കൺസെൻറ്റ്. ആൻഡ് കുറച്ച് കൺഫ്യൂസിങ്ങും ആണത്. അതെ. ബിക്കോസ് അതിൽ കുറേ ടേംസ് ഉണ്ട്. മുന്നേ എസ് പറഞ്ഞതുകൊണ്ട് ഇപ്പം എസ് ആവണം എന്നില്ല. അങ്ങനെ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കുമ്പോൾ പറയുന്ന എസ് അല്ല. യെസ്. അപ്പം എന്താണ് ബേസിക്കലി ഈ കൺസെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഡോക്ടർ കൺസെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു സമ്മതം കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിലാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. അല്ലേ? ഒരു കിസ് ചെയ്യാൻ സമ്മതിച്ചു എന്നതുകൊണ്ട് സെക്സ് ചെയ്യാം എന്നല്ല. ഇൻ ബിറ്റ്വീൻ കൺസെന്റ് വിഡ്രോ ചെയ്യാം. വേർബലി അയാൾ പറഞ്ഞോ ഇല്ലയോ, അതോ നിങ്ങൾ കെട്ടിപ്പിടിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ അയാൾ ഓക്കെ ആണെന്ന്, അല്ല നിങ്ങളുടെ കൂടെ പുറത്ത് കറങ്ങാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇതാണെന്ന് അയാൾ പറഞ്ഞോ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അതങ്ങനെയാണ്, ഇംപ്ലൈഡ് ആണ് എന്ന് വിചാരിക്കാം. ഈവൻ മാരേജിൽ കൺസെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കൺസെൻറ്റ് ഇല്ലാതെ മാരേജിൽ സെക്സ് ചെയ്താൽ ദാറ്റ് ഇസ് മാരിറ്റൽ റേപ്പ്. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ അത് റേപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സമ്മതം കൊടുത്തു. ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് തോന്നി, യു ക്യാൻ വിത്ഡ്രോ. അപ്പോൾ ആദ്യം ഓക്കെ പറഞ്ഞു, ഇല്ല ഇപ്പോൾ എനിക്ക് പറ്റില്ല, നോ പറയാം, നോസ് നോ. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ആ സമയത്ത് നമ്മൾ പേഴ്സണലി എടുക്കുമോ? ഒബ്വിയസ്ലി നമ്മൾ സെക്ഷലി ഭയങ്കര അറൗസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അല്ലെങ്കിൽ നോ പറയുമ്പോൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരാം. നമുക്ക് നല്ലൊരു ടേൺ ഓഫ് ആയിരിക്കും. നമുക്ക് ഭയങ്കര വിഷമം തോന്നും, ദേഷ്യം തോന്നും. ചില ആൾക്കാർ വളരെ അഗ്രസീവ് ആകും ഈ നോ കേൾക്കുമ്പോൾ. ഇത് എല്ലാം സംഭവിക്കാമെന്നുള്ള എപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാതെ അത് ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളൊരു നോ പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ആൾക്ക് അൺകംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ആൾക്ക് ഇപ്പോൾ അത് അങ്ങോട്ട് തുടരണ്ട എന്ന് പറയുമ്പോൾ ആ നോ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആൾ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ഓക്കെ, ദാറ്റ് ഡസൻറ്റ് മീൻ ഷീ ഹെയ്റ്റ്സ് യു, ദാറ്റ് ഡസൻറ്റ് മീൻ ഹീ ഹെയ്റ്റ്സ് യു. ആണുങ്ങളും കൺസെൻറ്റ് കൊടുക്കണം. ആണുങ്ങളും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് മാത്രമുള്ള സാധനമല്ല കൺസെൻറ്റ്. ആണുങ്ങളും ഇപ്പോൾ ഒന്ന് ചെയ്യാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇത് പൊതുവേ പെണ്ണുങ്ങൾ മാത്രം കൊടുക്കുന്നതെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. തിരിച്ചും സംഭവിക്കാം. അപ്പം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ആണുങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ സെക്സ് എന്ന് പറയുന്നത് പെനട്രേഷൻ മാത്രമല്ല അല്ലേ? അപ്പോൾ ഒരാൾ സംസാരിക്കാൻ വരുമ്പോഴേക്കും സെക്ഷൽ അഡ്വാൻസസ് ചെയ്യുമ്പോൾ മറ്റേ ആൾ പറയുകയാണ് വേണ്ട, എനിക്കിന്ന് ചെയ്യണ്ട, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഇയാളുമായിട്ട് അങ്ങനെ ഇൻവോൾവ് ചെയ്യും. അത് കേൾക്കാൻ പഠിക്കുക. ല്യൂർ ചെയ്യുക അത് കൺസെൻഷ്വൽ അല്ലല്ലോ അവിടെ വരുന്നത്. ഇത് രണ്ട് ജെൻഡേഴ്സിനും ബാധകമാണ്, എല്ലാ ജെൻഡേഴ്സിനും ബാധകമാണ്. ഈ സ്റ്റെപ്പ് നീഡ് എ കൺസെൻറ്റ് അല്ലേ? അതിപ്പോൾ നമ്മൾ ചോദിച്ചു പറഞ്ഞു അത് ടേൺ ഓഫ് ആകുമല്ലോ എന്ന്. ഇത് നമുക്ക് ആ ഫ്ലോയിൽ മനസ്സിലാകും. അപ്പോൾ ചോദിക്കുമ്പോൾ ഐ ഓക്കെ, ഐ കംഫർട്ടബിൾ. ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാകും കുറേയൊക്കെ. മറ്റേ ആൾ ഇച്ചിരി റെസിസ്റ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറയേണ്ടി വരും അല്ലേ? നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ആ ഒരു പുഷ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന രീതിയിലോ ബ്രെത്ത് എടുക്കുന്ന രീതിയിലൊക്കെ നമുക്കത് മനസ്സിലാകും. അല്ലെങ്കിൽ ചോദിക്കുക, ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമ്പോൾ ചോദിക്കുക, ഐ ഓക്കെ, ഡു യു വോണ്ട് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ വേണ്ട. ആക്ച്വലി കൺസെൻറ്റ് ചോദിക്കുന്നത് വളരെ സെക്സി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ.